ഇബ്ലീസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കിയപ്പോൾ അള്ളാഹുവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. ഞാൻ സകല വിശ്വാസികളെയും വഴിപിഴപ്പിക്കുമെന്നാണ് ഇബ്ലീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്. മാത്രവുമല്ല സൂറത്തുൽ ആറാഫിൽ ഇബ്ലീസ് തന്നെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, സുമ്മ ലആതിയന്നകും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്തറഹും ഷാകിരീൻ. ഞാൻ ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും മുന്നിലൂടെയും പിന്നിലൂടെയും ഒക്കെ വന്ന് മുഅ്മിനീങ്ങളെ വഴിപിഴപ്പിക്കുമെന്നാണ് ഈ ഒരു സൂക്തത്തിൽ ഇബ്ലീസ് പറയുന്നത്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ആ പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ പിശാചിനോടുള്ള പോരാട്ടമാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഒരു പിശാചിനോട് പോരാടി ജയിക്കുമ്പോഴാണ് നമുക്ക് പാരത്രിക ലോകത്ത് വിജയിക്കാൻ സാധിക്കുന്നത്. എന്നാൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വല്ലദീ നഫ്സി ബിയദിഹി മാ ലഖിയക ശൈത്താന ഖത്തു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ പ്രവേശിക്കുകയാണെങ്കിൽ പിശാച് പോലും ആ വഴിയിലേക്ക് പ്രവേശിക്കുകയില്ല. ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് എങ്ങനെയാണ് ഇത് സാധിച്ചത്? ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം